ഇടുക്കി കുമളിയിലെ ഷഫീഖ് വധശ്രമ കേസിൽ പിതാവ് ഷെരീഫിന് 7 വർഷം തടവ്. രണ്ടാം അനീഷയ്ക്ക് 10 വർഷം തടവും ശിക്ഷ വിധിച്ചു. ഷെരീഫ് 50,000 രൂപ പിഴ ഒടുക്കണം. തൊടുപുഴ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ക്രൂരമർദ്ദനം മൂലം 5 വയസ്സുകാരൻ ഷഫീഖിന്റെ ശരീരം തളർന്ന കേസ് കേരളത്തിന്റെ മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവമാണ്. കേസിൽ ശിക്ഷ വിധിക്കുന്നത് 11 വർഷത്തിന് ശേഷം. വിവരങ്ങളുമായി ഇടുക്കിയതിനും സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, മലയാളി മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഷഫീഖ് വധശ്രമ കേസിൽ. 11 വർഷത്തിന് ശേഷമാണ് കോടതി പ്രതികളെ ശിക്ഷിക്കുന്നത്. ശിക്ഷയുടെ വിശദാംശങ്ങൾ. ഇടുക്കി കുമളിയിലാണ് 2015 ഈ കേസിൽ അസ്ഫുടമായ സംഭവം നടക്കുന്നത്. 2015 ജൂലൈ 15 അബോധാവസ്ഥയിലായ ഒരു കുട്ടിയുമായി പിതാവ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നത്. ഈ കട്ടപ്പന ആശുപത്രിയിലെത്തിയ ഡോക്ടേഴ്സ് ഈ ശരീരത്തിലെ മുറിവുകളും ഈ കുട്ടിയുടെ ശരീരവും എല്ലാം കണ്ടപ്പോൾ തോന്നിയ ഒരു സംശയമാണ് വലിയ വൈകല്യമായത്. ഈ കുട്ടിയുടെ ശരീരത്തിൽ 180ഓളം മുറിവുകളാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഈ പട്ടിണി കിടന്ന് എല്ലും പേരുമായ ശരീരമായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടി പൂർണ്ണമായും അബോധാവസ്ഥയിലുമായിരുന്നു. ഇതേ തുടർന്ന് ഈ ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഈ പിതാവിനെയും അതുപോലെ തന്നെ രണ്ടാമത്തെ അനീഷയെയും ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് ഈ 3 വർഷം നീണ്ട ഈ കൊടിയ പീഡനത്തിന്റെ കഥ പുറത്തു വരുന്നത്. അന്ന് ഷഫീഖിന് 4 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ 4 വയസ്സുള്ളപ്പോൾ അതിനു മുമ്പ് 2 വയസ്സ് മുതൽ അദ്ദേഹം ആ കുട്ടി ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ ഒരു തുടർക്കഥ അവിടെ വെളിവാകുകയായിരുന്നു. അതായത് ഈ പട്ടിണിക്കിട്ടും മർദ്ദിച്ചും ശരീരം പൊള്ളിച്ചുമൊക്കെ ഒരു വിനോദം എന്നോളമാണ് ഈ രണ്ടാനമ്മയും അച്ഛനും ഈ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത്. അത്തരത്തിൽ ഈ കുട്ടിയുടെ 75% തലച്ചോറിന് ക്ഷതമേൽക്കുകയും ചെയ്തു. അങ്ങനെ അത് ആ കുട്ടി തളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഈ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യ തെളിവുകളുടെയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ശരീരത്തിലെ പാടുകളുടെയും കുട്ടിയുടെ അവസ്ഥയും ഒക്കെ പരിഗണിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വിധിയിലേക്ക് നിലവിൽ എത്തിയിട്ടുള്ളത്. ഒന്നാം പ്രതിയായിട്ടുള്ള ഷെരീഫ്, അതായത് കുട്ടിയുടെ പിതാവിന് നിലവിൽ 7 അതുപോലെ തന്നെ 2 വർഷവും കൂട്ടി 10 വർഷമാണ് നിലവിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 7 വർഷം തടവും അതുകൂടാതെ 2 വർഷം അല്ലാതുള്ള തടവ് ശിക്ഷയും നിലവിൽ വിധിച്ചിട്ടുണ്ട്. അങ്ങനെ 9 വർഷത്തെ തടവാണ് നിലവിൽ ഷെരീഫിന് വിധിച്ചിട്ടുള്ളത്. രണ്ടാം പ്രതിയായിട്ടുള്ള അനീഷയാണ്. അനീഷയ്ക്ക് രണ്ടാമമ്മയ്ക്ക് 10 വർഷത്തെ കഠിന തടവും 2 ലക്ഷം രൂപയുമാണ് നിലവിൽ പിഴ ഒടുക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഈ ഒന്നാം പ്രതിയുടെ ഈ ഒരു ശിക്ഷാവിധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 323 വകുപ്പ് പ്രകാരം 1 വർഷം കഠിന തടവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 1 വർഷം കഠിന തടവും അനുഭവിക്കണം. ഇതെല്ലാം തീർച്ചയായും 9 വർഷത്തെ തടവ് ശിക്ഷ ഷെരീഫിന് വിധിച്ചിട്ടുള്ളത്. രണ്ടാം പ്രതി അനീഷയ്ക്ക് 307 വകുപ്പ് പ്രകാരം 10 വർഷമാണ് തടവ് വിധിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 324 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവും 323 വകുപ്പ് പ്രകാരം 1 വർഷത്തെ കഠിന തടവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 1 വർഷത്തെ കഠിന തടവും വിധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ടാം പ്രതിയായിട്ടുള്ള അനീഷ ആകെ 15 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം. അത്തരത്തിൽ ഒന്നാം പ്രതി ഷെരീഫ് 9 വർഷവും രണ്ടാം പ്രതി അനീഷ 15 വർഷവും കഠിന തടവും അനുഭവിക്കണം എന്നുള്ളതാണ് ഈ കോടതി വിധിച്ചിട്ടുള്ളത്. കോടതിയുടെ നിരീക്ഷണം ഈ കുട്ടിക്ക് വലിയ രീതിയിലുള്ള പീഡനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളത് കോടതി വ്യക്തമായി നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കോമയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അബോധാവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഏകദേശം 11 വർഷത്തോളം അടുത്ത് വലിയ ട്രീറ്റ്മെന്റുകൾ നടത്തിയാണ് ആ കുട്ടിയെ ഇപ്പോൾ ഒരു ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് പോലും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. രാഗിണി എന്ന ആ ഒരു അമ്മയാണ്, വളർത്തമ്മയാണ് കുട്ടിയെ ഇപ്പം പരിചരിക്കുന്നത്. ഈ കുട്ടി ഇത്തരത്തിലായി ഈ ഒരു അവസ്ഥയിലായി എത്തിയപ്പോൾ മുതൽ രാഗിണിയായിരുന്നു ഈ കുട്ടിയുടെ പരിചരണം ഏറ്റെടുക്കുന്നത്. അവർക്കും ഈ ഒരു കുട്ടിയെ ഓരോ ഘട്ടത്തിലും ആ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കി ആ കുട്ടിയെ ഇതിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് നിർണായക പങ്ക് വഹിച്ച ആളാണ് രാഗിണി. രാഗിണിക്ക് ഈ ഒരു വിധി അത്രത്തോളം സന്തോഷം നൽകുന്നതാണ് എന്ന് അവർ നേരത്തെ ആ വിധി എന്ത് തന്നെയായിരുന്നാലും ആ ശിക്ഷ എന്ത് തന്നെയായിരുന്നാലും അത് ആ ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു പിതാവും രണ്ടാനമ്മയും എത്തിച്ചു. അത് അവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് അവർ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു വലിയ ഒരു പുതിയ പീഡനത്തിന് അല്ലെങ്കിൽ ആ പീഡകർക്ക് ഒരു തക്കതായ ശിക്ഷ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മലയാളി മനസ്സാക്ഷിയെ ഞെട്ടിച്ച ക്രൂരതയ്ക്കാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്.